ഹായ്. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ചേന്നൂർ തന്നെ, കടമ്പക്കുടി പഞ്ചായത്തിലെ ചേന്നൂർ എന്ന ഗ്രാമമാണ്. ഗ്രാമത്തിലെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള നമ്മുടെ സാലിച്ചേട്ടൻ്റെ വല്യപ്പച്ചൻ്റെ വീടാണിത്. ഇപ്പോൾ ഇവിടെ ഐർഷേച്ചിയാണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഐർഷേച്ചി UK നിന്ന് ഇന്നലെ എത്തി. അപ്പോൾ ഐർഷേച്ചി വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിവിടെ കുറേ പറമ്പിൻ്റെയും വീടിൻ്റെയൊക്കെ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിരുന്നു. പഴയകാല ഒരു വീടാണിത്. ഒരു 50 വർഷം പഴക്കമുള്ള വീടാണ് ചേച്ചിയുടേത്. ആ വീട് തന്നെ 50 വർഷം ആ വീട് തന്നെ ഞങ്ങൾ ഓൾട്ടർ ചെയ്ത് മോഡിഫൈ ചെയ്തു. ഒത്തിരി ഭംഗിയുള്ള വീടിൻ്റെ അകത്തും പുറത്തൊക്കെ ഒത്തിരി ഭംഗിയാക്കി എടുത്തു. അതുപോലെ തന്നെ ഈ സ്ഥലം മൊത്തം ക്ലിയർ ചെയ്തെടുത്തു. സ്ഥലം എന്ന് പറയാനായിട്ട് താഴ്ന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് മൊത്തം മണ്ണൊക്കെ അടിച്ച് റെഡിയാക്കി. കുറേ കരങ്ങളുണ്ട് കേട്ടോ. ഈ പറമ്പും വീടൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ഭംഗിയാക്കി ഒരു റിസോർട്ടിൻ്റെ രൂപത്തിലാക്കിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി കരങ്ങളുണ്ട്. കൂടുതലും പണിക്കാരൊക്കെ നാട്ടിലെ തന്നെ ആയിരുന്നു. കൽപ്പണിക്ക് നമ്മുടെ റോബർട്ടായിരുന്നു. അതുപോലെ തന്നെ വെൽഡിങ് വർക്ക് നാട്ടിലെ കുഞ്ഞപ്പൻ ചേട്ടനായിരുന്നു. മരപ്പണിയും അതിൻ്റെ ഫർണിഷിങ് എല്ലാം അതിൻ്റെ ആൻറ്റിയുടെ മോൻ ആൻസപ്പനും കൂടെ റോബർട്ട് ഉണ്ടായിരുന്നു. പിന്നെ മണ്ണിൻ്റെ പരിപാടിയെല്ലാം റോബർട്ടിൻ്റെ പെങ്ങളുടെ മോൻ ജോസപ്പനായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഈ പറമ്പും വീടൊക്കെ ഈ നല്ല ഭംഗിയിലാക്കി തീർക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഒരു റിസോർട്ട് രൂപത്തിലായി. ചേച്ചി പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഒരു ഹോളിഡേ മൂഡ് കിട്ടണമെന്നായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഭംഗിയായിരിക്കണം സ്ഥലവും വീടും എല്ലാം. അതുപോലെ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ സാലു ചേട്ടനാണ്. 8-9 വർഷമായെന്ന് തോന്നുന്നു. സാലുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും മെയിൻ്റനൻസ് എല്ലാം നടക്കുന്നത് ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഒരു വർഷത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ പറമ്പ് നീറ്റാക്കാൻ മിഷ്യൻ വെച്ച് പുല്ല് റെഡിയാക്കേണ്ടി വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സാലു ചേട്ടൻ ചെയ്യിക്കും. ഞാനതിൻ്റെ പിന്നിൽ നിന്ന് പുഷ് ചെയ്യും കേട്ടോ. അതായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. ചേച്ചിയുടെ ടോക്കും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കാണാം. ഇതാണ് വീടിൻ്റെ കോമ്പൗണ്ട് ചുറ്റും മതിൽ കെട്ടി റെഡിയാക്കിയതാണ്. നിറയെ തെങ്ങും തോപ്പുകളും തൈകളും അടയ്ക്കാമരം മുതലായവ നിറഞ്ഞ ഒരു കോമ്പൗണ്ടാണിത്. മൊത്തം ചുറ്റുമതിലോടുകൂടിയുള്ള കോമ്പൗണ്ടാണിത്. പിന്നെ വീടിൻ്റെ സൈഡിൽ ഒരു ബൗണ്ടറി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് തെക്കേ സൈഡ്, വീടിൻ്റെ തെക്കേ സൈഡാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം, റിവർ സൈഡാണ്. അക്കരെ ചരിയന്തുരുത്തെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ്. വീട്ടിൽ നിന്ന് നോക്കിയാൽ ചരിയന്തുരുത്ത് ചർച്ച് കാണാം. പിന്നെ പുഴയിൽ കമ്പവലകളും ഒക്കെ നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമാണ്. മനസ്സിന് കുളിർമ നൽകുന്ന നല്ലൊരു അന്തരീക്ഷമാണ്. റിസോർട്ട് രൂപത്തിലൊരു അന്തരീക്ഷത്തിലാണ് ഈ കോമ്പൗണ്ട് മൊത്തം. പിന്നെ പുഴയിലേക്ക് പോകാനായിട്ടൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ചെറിയ വഞ്ചിയോ ബോട്ടൊക്കെ അടുക്കും. അങ്ങനെ ഇപ്പോൾ കയറിപ്പോകാം. എല്ലാത്തിനും സൗകര്യത്തിന് വേണ്ടിയാണ് ആ ഗേറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ പഴയകാല വീട് നന്നായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയത് നാട്ടിലെ തന്നെ സുധാകരൻ ചേട്ടനാണ്. ഇതിൻ്റെ ഇലക്ട്രിക് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് സാബു ചേന്നൂരാണ്.
പിന്നെ പഴയകാല ഒരു ഓർമ്മയിലുള്ളത് ഒരു പിരിയൻ ചെടിയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട്. അത് ഇവിടുത്തെ അമ്മിച്ചി വെച്ച മരമാണത്. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു വല്യമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട്. വീടിൻ്റെ മുകൾ ഭാഗമാണിത്. വീടിൻ്റെ മുകളിലും കുറച്ച് വർക്ക് ചെയ്തു. താഴെ ഒരു തരം ഷീറ്റൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ വടക്കേ സൈഡാണിത്. ചേച്ചി എന്താണ് ഉറക്കമാണോ? ജസ്റ്റ് നല്ല സുഖമായിട്ടൊന്ന് കിടക്കുകയാണ്. വീടൊന്നും വേണ്ടല്ലോ. ഇവിടെ ശരിക്കും വേറെ സ്ഥലങ്ങളിലൊന്നും എനിക്ക് പോകണ്ട. ഇവിടെ പോണ്ട. അതല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയല്ലേ, എല്ലാ ടെൻഷനും എല്ലാം മറന്നുപോയല്ലേ. അതാണ് മതിയല്ലേ. അപ്പോ ഈ വീടിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇതിൽ ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം ഇപ്പോൾ ഇവിടെ നേരത്തെ റെഡ് ഓക്സൈഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല ടൈലൊക്കെ ഇട്ടു. പിന്നെ ഈ റൂമിന് തന്നെ AC ഒക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ബാക്കിയൊന്നും മോഡിഫൈ ചെയ്തിട്ടില്ല. ഇതൊക്കെ പഴയ അലമാരിയാണ്. 50 കൊല്ലം മുമ്പുള്ള ഈ ഷെൽഫും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഈ വീട് ഓൾട്ടർ ചെയ്തത്. പിന്നെ അങ്ങനെ ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഇതാണ് നമ്മൾ കയറി വരുന്ന റൂം. ഈ വീടിൻ്റെ കയറി വരുന്ന റൂം ഇതാണ്. ഇതൊരു പഴയ ഷെൽഫായിരുന്നു. അപ്പോൾ ഇതിന് ഡോറൊക്കെ ഫിറ്റ് ചെയ്തു. അങ്ങനെ ഈ റൂമും ഇങ്ങനെ ഞങ്ങൾ റെഡിയാക്കി എടുത്തു. ഇതൊക്കെ പഴയ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടു ഇവിടെ. അങ്ങനെ ഇതാണ് കയറി വരുന്ന റൂം. പിന്നെ അത് കഴിഞ്ഞാൽ ഈ റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രെയർ റൂമാണ്. ഇതൊരു പ്രെയർ റൂമാണ് ഈ വീടിൻ്റെ. ഇതും അങ്ങനെ തന്നെ പഴയ കാലത്തുള്ള ആ ഷെൽഫും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ ചേച്ചി പുതിയതായിട്ടൊക്കെ വാങ്ങിച്ചിട്ടതാണ്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇതൊരു ബെഡ്റൂമാണ്. ഇതിനിപ്പം 2 സിംഗിൾ കോട്ടൊക്കെ ഇട്ട് റെഡിയാക്കിയേക്കണതാണ്. പുതിയതായിട്ട് നമ്മൾ ഒരു AC ഒക്കെ ഫിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഇതാണ് വല്യമ്മച്ചിയുടെ പഴയ കാലത്തെ ഒരു അലമാരിയാണ്. വല്യമ്മച്ചിയുടെ ഓർമ്മയെക്കാട്ട് ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നു. പിന്നെ ഇതാണ് ഒരു ടോയ്ലറ്റ് ഉള്ളത് ഇവിടെയാണ്. പിന്നെ ഇപ്പം നമ്മൾ പുതിയതായിട്ടൊരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചു വെച്ചു. പഴയ ആ റൂം തന്നെയാണിത്. പഴയ കാലത്തെ വീടിൻ്റെ റൂം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സിമെൻറ്റൊക്കെ എല്ലാം വെട്ടി തേച്ചിട്ടാണ്. നേരത്തെ കുമ്മായത്തിൽ പണിത വീടായിരുന്നു. അപ്പോൾ കുമ്മായമൊക്കെ കളഞ്ഞ് ഇപ്പോൾ നമ്മൾ സിമെൻറ്റൊക്കെ തേച്ച് റെഡിയാക്കിയ വീടാണ്. ഇതാണ് കിച്ചണിൽ ഈ പഴയ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വെച്ചതാണ്. പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ സിങ്കും കാര്യങ്ങളും ഇതെല്ലാം ടൈലൊക്കെ ഇട്ട് പുതിയതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഷെൽഫ് വെച്ച് കൊടുത്തു ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് വർക്ക് നടന്നു, കബേർഡും കാര്യങ്ങളൊക്കെ. കിച്ചൺ കബേർഡൊക്കെ ഇവിടെ റെഡിയാക്കി പുതിയതാക്കി ചെയ്തു. ഉണ്ട്. അപ്പോൾ
സിങ്കിൻ്റെ താഴെ തന്നെ ഈ ഇതെല്ലാം വെച്ചു. പാത്രങ്ങളൊക്കെ ഇവിടെ താഴെ വെക്കാം. അങ്ങനെ നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തു. പിന്നെ പുതിയതായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഓവനൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇതൊരു സ്റ്റോർ റൂമായിരുന്നു കേട്ടോ. ഈ സ്റ്റോർ റൂം എന്ന് പറയാനായിട്ട് ഇത് ഇപ്പോൾ ഐശ്വര്യയുടെ അഭ്യർത്ഥന പ്രകാരം ഇതൊരു ബെഡ്റൂമാക്കി എടുത്തു. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു ഡബിൾ കോട്ടൊക്കെ വാങ്ങിച്ചിട്ടു. അതുകൂടാതെ ഒരു AC ഒക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ ആൻസപ്പൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നല്ല ഫർണിഷിങ് വർക്ക് നടന്നു, മരപ്പണിയുടെ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഫർണിഷ് ചെയ്തു. ഈ റൂം ഒന്ന് ശരിയാക്കി എടുത്തു. പിന്നെ പുതിയതായിട്ടൊരു ഫ്രിഡ്ജൊക്കെ ഈ ഇടയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു. ഇത് പഴയ ഫ്രിഡ്ജാണ്, അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പുതിയതൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ഈ റൂം ഞങ്ങൾ ബെഡ്റൂം ആക്കി എടുത്തു, ഈ സ്റ്റോർ റൂം. വീടിൻ്റെ മുകളിൽ ഉള്ള ദൃശ്യമാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി ഒരു 7:30-8 മണിയായി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണിത്. വീടിൻ്റെ മുകളിൽ ആണ് നിൽക്കുന്നത്. മുകളിലിപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ലൊരു ഷീറ്റൊക്കെ, വില കൂടിയ ഒരു ഷീറ്റ് വെച്ചു റെഡിയാക്കി. തറയൊക്കെ നന്നായിട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുക, രാത്രിയിലൊക്കെ ഇവിടെ വന്നിരിക്കുന്ന കാറ്റൊക്കെ ഉള്ള നല്ല സുഖമുള്ള ഒരു അനുഭവമാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക, സംസാരിച്ചിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്ര നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമായിരിക്കും വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റാണ് ശരിക്കും. ഒട്ടും വേണ്ട ശരിക്കും. നല്ല ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. ഈ ചൂടിന്, ഇവിടത്തെ ചൂടിന് ഇവിടെ വന്നാല് രക്ഷപ്പെടാനായിട്ട് ഈ കാറ്റ് മതി ശരിക്കും. നല്ലതായിട്ട് ശരിക്കും ഒരു 3-3:30 കഴിയുമ്പോ തന്നെ കാറ്റുണ്ടാവും, നല്ല കാറ്റുണ്ടാവും. പോയി ഫാനൊന്നും വേണ്ട, ഇവിടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്റെ മോന് ഈ രാത്രി മുഴുവനും ഇവിടെ നടക്കുന്ന പരിപാടിയാണ്. കാരണം അവനിവിടെ ഈ സ്ഥലവും ഇതെല്ലാം ഭയങ്കര പ്രിയപ്പെട്ടാണ് അവന്. തയ്യും ഇതൊക്കെ ഉള്ളതുകൊണ്ടേ സുന്ദര സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഞാനിന്ന് തുറന്നു തരാം. ഇതുണ്ടോ വെള്ളമാണ് കണ്ട. എൻട്രൻസിന് വേണ്ടി വെച്ചിരിക്കുന്ന ഗേറ്റ് ആണിത്. ഇവിടെ വഞ്ചി അടുക്കാം, ചെറിയ ബോട്ടൊക്കെ അടുക്കാം, കയറിപ്പോകാം, പുഴ മുഴുവനും സന്ദർശിക്കാം അല്ലേ. ഇവിടെ നേരെ കടമക്കുടിക്ക് വിടാം. ഇതിന്റെ അടുത്താണ്, ഞങ്ങൾ അടുത്ത് തന്നെയാണ് കടമക്കുടി. അവിടെ ഒരു പ്രോഗ്രാം നടപ്പുണ്ട് ഇപ്പോ, അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഹലോ, ഞാൻ ഐറിഷ് അമ്പാട്ട്. ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദർ, അതായത് എൻ്റെ സാലുവിൻ്റെയും ഗ്രാൻഡ് ഫാദർ മേടിച്ച് പണ്ട് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മേടിച്ചിരുന്ന സ്ഥലമാണ്. അതിനുശേഷം എൻ്റെ ഫാദർ ഇവിടെ വീട് വെച്ച്
എനിക്ക് ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്താണ് എൻ്റെ ഫാദർ ഈ വീട് വെച്ചത്. അപ്പം ഞങ്ങൾക്ക് ഈ സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും എൻ്റെ ഗ്രാൻഡ് മദറിനെയും, കാരണം എനിക്ക് ഞങ്ങളുടെ സാലൂനും ഞങ്ങൾക്കും എല്ലാവർക്കും തന്ന ഒരു 10-65 പേര് ഞങ്ങളിന്ന് ആ ഗ്രാൻഡ് ഫാദർ വാങ്ങിച്ചിട്ട സ്ഥലമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആരും തന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ ഫാദർ ഉണ്ടാക്കിയ വീടാണ് ഇതിൽ ഞങ്ങൾ ഓൾട്രേഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിൽ ജസ്റ്റ് ഒരു റിപ്പയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ഫ്രണ്ട് ബെന്നി മാഷയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തത്. അതിനുശേഷം സാലും ജാൻസിയും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. അവർ ഏറ്റെടുത്ത ശേഷം ഇതൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ജാൻസിയാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന മാനേജർ, എന്നാൽ സാലുവാണ് ഓവറോൾ ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. ഇപ്പോൾ ഈ 50 വർഷത്തിലെ ഞങ്ങൾ ഇന്നും ഈ വീട് എൻ്റെ അപ്പച്ചനെയും ഫാദറിൻ്റെയും മദറിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും ഞങ്ങളിവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഹൗസായിട്ട് ഞങ്ങളിത് ഒരു ഹോളിഡേ ഹോമാക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മക്കളുടെ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചേന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അതിനപ്പുറത്ത് കാണുന്നത് ചരിയന്തുരുത്ത് എന്ന് പറയും. അവിടെ അതിനടുത്താണ് അതിൻ്റെ പുതിയൊരു പള്ളിയാണ്. ആ പള്ളി ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നല്ല, എൻ്റെ അമ്മയും എൻ്റെ അപ്പച്ചനും ഒക്കെ ഇവിടെ ഇരുന്ന് തന്നെ കുർബാന കണ്ടിരുന്ന വെച്ചാൽ പള്ളിയാണ്. ഈ റിവറാണ്, ഇതൊരു പെരിയാറിൻ്റെ ഒരു തായ് വഴിയായിട്ട് വരും. പിന്നെ അങ്ങ് ചെല്ലുന്ന കൊച്ചിക്കായലിലേക്കാണ് ഇത് ചെല്ലുന്നത്. പക്ഷേ ഇവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഗ്രാമത്തിൻ്റെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചേന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമം ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമമാണ്. അവിടുത്തെ മനുഷ്യരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. എല്ലാവർക്കും ഇതിന് പകരമായിട്ട് ഞങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് മണിമണികൾ ഞങ്ങൾക്ക് പണിയാമെങ്കിലും പോലും ഇതിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഈ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നത്, ഞങ്ങളുടെ കാരണവന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത്, അതിനെല്ലാത്തിനും ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ജാൻസിക്കും, നിങ്ങളുടെ സ്പെഷ്യൽ ജാൻസിക്കും പിന്നെ സാലുവിനും ഞാൻ തരുന്നു. പിന്നെ സാലുവിൻ്റെ മകനും ഇതിനകത്ത് ഒത്തിരി ഇൻവോൾവാണ്. കാരണം അവർ 3 പേരും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ധാരാളം വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് ഞാനിതിന് താങ്ക്സ് പറയുന്നു. പിന്നെ നിങ്ങൾക്കും ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ താങ്ക്സ് പറയുന്നത്. പിന്നെ ഈ ജാൻസിയുടെ വീഡിയോനെ നിങ്ങളെല്ലാവരും ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പിന്നെ കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഇതിൽ അറ്റ് പ്രസൻറ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഈ സമയത്ത് ഓർക്കുന്നു, എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനെ എല്ലാം ഈ സമയത്ത് ഓർക്കുന്നു.